in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 16 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാ? പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വചനമാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഏതൊക്കെയോ മേഖലകളിൽ വളരെയധികം ഭാരപ്പെട്ട് ഇനി മുമ്പോട്ടൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന ചിലവർ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം, ദൈവമേ, ഇന്ന് പകൽ നിൻ്റെ അനുകൂലത എനിക്കൊന്ന് കാണുവാൻ. നീണ്ട നാളുകൾ നിൻ്റെ ഭക്തനായി നിനക്ക് വേണ്ടി നിന്ന ഈ കുടുംബം ഒരത്ഭുതം കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിലവർ ഈ സമയത്തൊന്ന് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഈ വചനത്തിനകത്ത് വലിയ ആഴമാണ്. ഇതാ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നിട്ട് അടുത്ത പദം പറയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ടാൽ ഒന്നാമത് സംഭവിക്കുന്നത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഭയം മാറുന്നത് കാണാൻ പറ്റും. മാനുഷികമായ ഭയം മറ്റ് ഏത് വിധത്തിൽ, പൈശാചികമാകാം, സാഹചര്യത്തിൽ വെളിപ്പെടുന്നതാകാം, ഏത് വിധത്തിലുള്ള ഭയമാണെങ്കിലും ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിശ്വസിക്കുന്നു, നിന്റെ മുമ്പിൽ ഇത് പൊട്ടി മാറുവാൻ പോവുകയാണ്. ഇതാ ദൈവത്തിൻ്റെ അനുകൂലത നിന്റെ ധൈര്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. ദാവീദിന്റെ ചോദിച്ചാൽ ദാവീദ് പറയാണ്, കൂരിൽ താഴ്വരയോടെ ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നല്ലോ. ദൈവം അനുകൂലമാണെങ്കിൽ. മോശയോട് ചോദിച്ചാൽ മോശ പറയും, ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് ഫറവോനെ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ അനുകൂലത ഈ പ്രഭാതത്തിൽ ചിലവർ ഇപ്പോൾ അത് പ്രാപിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ കരുതൽ നിങ്ങൾ ഈ പ്രഭാതത്തിൽ കാണാൻ പോകും. ദാവീദ് പറയുന്ന 2 ഭാഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും? നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവികമായ വെളിച്ചം ഇതാ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ദൈവികമായ രക്ഷ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇരുട്ട് പിടിച്ച് കിടക്കുന്ന, ഇനി ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ പ്രഭാത മെസ്സേജ് നിന്നെ കരകയറ്റാൻ പോവുകയാണ്. നിന്റെ മുമ്പിൽ പാത വെളിപ്പെടുത്താൻ പോവുകയാണ്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ വചനം നിനക്ക് വേണ്ടി വെളിച്ചത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. ഒന്ന്, നിനക്ക് വെളിച്ചം വെളിപ്പെടാൻ പോകുന്നു.
ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഇന്ന് ഒരു രീതിയിലും ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ജീവിതത്തിൽ നാളുകളായി ദൈവത്തെ വിളിച്ചു, മുമ്പിലോട്ട് ഇനി ഒന്നും കാണുന്നില്ലെന്ന് പറയുന്ന ചിലവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതായി വചനത്തിൻ്റെ ശക്തി നിനക്കൊരു വെളിച്ചമായി മാറാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്ത് ഭയം മാറി ഇന്ന് ഈ വചന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇതുവരെയും കാണാത്ത ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും. 2, നിൻ്റെ രക്ഷയാണ്. നിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ നിൻ്റെ കുഴിയിൽ നിന്ന് കരകയറ്റി നിൻ്റെ ബലത്തോടെ കർത്താവ് മുമ്പോട്ട് നടത്താൻ പോവുകയാണ്. ആ നിലയിൽ ഒന്നാമത്തെ അനുഭവം പറയുകയാണ്, എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്. അതിനകത്ത് നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ഭയം മാറുകയാണ്. 2ാമത്തെ ഭാഗം ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ അനുകൂലത വന്നാൽ യോശുവയോട് ദൈവം പറഞ്ഞ പദം നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെയും ഇരിക്കും. ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നു മുതൽ ആ ജോലി സ്ഥലത്ത് നിൽക്കുന്ന എതിർപ്പുകൾ, വല്ലാത്ത ടോർച്ചറിങ്, വല്ലാത്ത എതിർപ്പ് നിങ്ങളുടെ മേളിൽ നിന്ന് ആ ജോലി സ്ഥലത്ത് നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. വീട്ടിനകത്ത് നിൽക്കുന്ന അസ്വസ്ഥതകൾ മാറിപ്പോകാൻ പോവുകയാണ്. അത്ഭുതകരമായ ഒരു വിടുതൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവരെ മേളിൽ ഈ പ്രഭാതത്തിൽ വെളിപ്പെടും. നിങ്ങളിപ്പോൾ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ദാവീദിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് ദാവീദ് പ്രതികരിക്കുന്ന മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി, ചിലരെ നോക്കി വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവത്താൽ നിശ്ചയമായി ഞാൻ ഈ മതിൽ ചാടിക്കടക്കാൻ പോകുന്നു. ഇന്നത്തെ ഈ പ്രതിസന്ധി, നിങ്ങളെ ഇത്രയും വർഷം കുഴച്ച, നിങ്ങളെ ഇത്രയും വർഷം തകർത്ത ചിലതിനെ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുകൂലത പ്രാപിച്ച് ഈ പ്രഭാതത്തിൽ നീ ജയിക്കാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ 118 സങ്കീർത്തനം 6ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുകൂലതയാണ്. ദാവീദ് മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പൂർണ്ണമായി, കർത്താവേ നീ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഇനി പേടിക്കത്തില്ല, മനുഷ്യൻ എന്നോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആഴമായി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാകാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തെ കണ്ടുകൊണ്ട് ഈ പ്രഭാതത്തിൽ ചിലതിന് സ്റ്റെപ്പ് വെക്കണം. ഇന്നലെ വരെയും തകർന്ന ആ ബാങ്കിൽ നീ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിനകത്ത് വഴിയടച്ചവരുടെ മുമ്പിൽ ദൈവം നിനക്ക് ചുറ്റും പരിചയമായി നിന്നുകൊണ്ട് നിന്റെ തല ഉയർത്താൻ പോവുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരുമാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചിലവരെ നോക്കി വിളിച്ചു പറയണം, വർഷങ്ങൾ നിന്ദിക്കപ്പെട്ട, വർഷങ്ങൾ തലകുനിഞ്ഞ ചിലവരെ ഇന്ന് കർത്താവിൻ്റെ കരം ഉയർത്താൻ പോവുകയാണ്. ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ തലയെ എണ്ണ കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഇതാ നിനക്ക് വേണ്ടി വിരുന്നുണ്ടാക്കുന്ന, നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതം മുതൽ ചലിക്കുകയാണ്. ആഴമായി വിശ്വസിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയുകയാണ്. ആ പറയുന്ന പദത്തിനകത്ത് നിങ്ങളുടെ ആദരം കൊണ്ട് പറയണം. ആത്മാവിൽ നിങ്ങൾ പറഞ്ഞാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ചില വാതിലുകൾ തുറക്കാൻ പോകുന്നത്. നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിൽ ചില വാതിലുകൾ തുറക്കും. ഇന്ന് വരെയും നടക്കാത്ത വലിയ അത്ഭുതം ഈ പ്രഭാത മെസ്സേജിൽ നിങ്ങൾ കാണും. നിങ്ങൾ ആ സൗഖ്യം കാണാൻ പോവുകയാണ്. നിങ്ങൾ ആ രോഗത്ത് ജയിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ സാഹചര്യത്തിൽ ജയിക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ചിലവരെ നോക്കി പറയുകയാണ്. ഈ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെടാൻ പോകുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 6ാമത്തെ വാക്യം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഈ വചനവും നമ്മോട് വിളിച്ച് കാണിക്കുകയാണ്. ആകയാൽ കർത്താവ് നമുക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ നമുക്ക് പറയണം. ഇന്ന് ധൈര്യത്തോടെ ഈ പ്രഭാതത്തിൽ പറയുന്നവർ ഈ മിനിറ്റിൽ ഒന്ന് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ നിങ്ങളെ ഒരു വാക്യം കാണിക്കാൻ പോവുകയാണ്. ഇതുവരെയും തുറക്കാത്ത ചില വാതിലുകൾ ദൈവം അനുകൂലമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നീ കരമുയർത്തിയാൽ ഇന്നുവരെയും കാണാത്ത വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. മോശെ ഇതാ ചെങ്കടലിന്റെ മേലെ കൈ നീട്ടുകയാണ്. അന്ന് രാത്രി അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ കൈ ഉയർത്തിയോ കൈ നീട്ടിയോ പ്രാർത്ഥിച്ചോ ഒരത്ഭുതം ദൈവത്തിൻ്റെ അനുകൂലത നീ കാണാൻ പോകുകയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം, വർഷങ്ങൾ തുറക്കാത്ത എന്തോ ഒരു അത്ഭുതം, എന്തോ ഒരു വാതിൽ ഈ പ്രഭാത മെസ്സേജിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ വ്യക്തമായി നോട്ട് ചെയ്തോ, ഇത് നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ ദിവസമാണ്, ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വചനം നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, മോശ കടൽമേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങി നിലമാക്കി, അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു.
22-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തിലൂടെ നടന്നുപോയി, അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി. നിങ്ങൾ എൻ്റെ കൂടെ ഈ വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ മോശ കടൽ നേരെ കൈനീട്ടി. അന്ന് രാത്രിയിൽ മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റിനെ കൊണ്ട് ദൈവം കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിനകത്ത് ഒരു വഴിയും തുറക്കത്തില്ലെന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായ ഒരു വെളിപ്പാട് നിങ്ങളോട് പറയാം. നിങ്ങൾ കേട്ട പ്രോമിസ്, നിങ്ങൾ കേട്ട വാഗ്ദത്തം അത് നോർമൽ നിലയിൽ നടക്കുന്നതാണെങ്കിൽ ദൈവം അത് പ്രോമിസായി നിങ്ങളുടെ മുമ്പിൽ പറയത്തില്ല. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരിക്കലും ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ചില വാഗ്ദത്തങ്ങൾ ഇതാ നിന്റെ മുമ്പിൽ തുറന്നു വരാൻ പോകുന്നു. അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ്. ഈ ചെങ്കടൽ തുറക്കുമെന്ന് ലോകത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. യോർദാൻ രണ്ടായി വഴിമാറുമെന്ന് ലോകത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, തൻ്റെ ഭക്തന്മാരുടെ വിശ്വാസത്തിൽ ഇതാ ദൈവം അനുകൂലമെന്ന് തെളിയിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവത്തിൻ്റെ അനുകൂലത കർത്താവെ ഇന്ന് ഈ ജനത്തിന് മേളിൽ വെളിപ്പെട്ട് വരണമേ. ഞാൻ ഈ കൈ ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനേകരുടെ വഴികൾ, അനേകർക്ക് ഇന്നൊരു വിടുതൽ സംഭവിക്കാൻ പോകുന്നു. അവരുടെ ഭയം മാറാൻ പോകുന്നു. അവരുടെ ജീവിതത്തിനകത്ത് അത്ഭുത വഴികൾ തുറക്കാൻ പോകുന്നു. വർഷങ്ങൾ നോക്കിയിട്ട് നടക്കാത്തത് ഇന്നത്തെ ഈ അനുഭവത്തിനകത്ത് അത്ഭുതകരമായി ദൈവം ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി, ഒരത്ഭുതം കർത്താവ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരികയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയിലേക്ക് കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അത് ഈ മിനിസ്ട്രിക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹമായിരിക്കും. അതേപോലെ ദൈവം ആർക്കും കടക്കാരനല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവർ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സൂമിനകത്ത് പങ്കെടുക്കാം. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.